ചക്കക്കുരു സീസണൊക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ ചക്കക്കുരു ഒക്കെ കിട്ടിക്കഴിഞ്ഞുമ്പം നല്ല പച്ച ചക്കക്കുരു ഒക്കെയാണ് നമുക്ക് കിട്ടണമെങ്കിൽ നുറുക്കി എടുക്കൽ ഭയങ്കര പാടല്ലേ, നന്നാക്കി എടുക്കൽ പാടാണ്. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ നുറുക്കി എടുക്കുമ്പോൾ തെന്നി പോകല്ലേ. അപ്പം ഫ്രഷ് ചക്കക്കുരു ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നന്നാക്കി എടുക്കാം. അതിൻ്റെ കുഞ്ഞു ട്രിക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ചക്കക്കുരു നമ്മൾ തൊലി ഒന്ന് കളയാൻ ചക്കക്കുരു ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് വെള്ളം ഇതുപോലെ എടുത്തൊഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടപ്പടച്ച് വെച്ചിട്ട് നമുക്കുണ്ടല്ലോ ഒരു 2-3 വിസിൽ നമുക്ക് അങ്ങ് അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു ചക്കക്കുരു വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ ഒന്ന് ഇതുപോലെ ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചക്കക്കുരു നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒന്ന് വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് അടപ്പ് തുറന്നിട്ടുണ്ടല്ലോ, ഒരു അരിപ്പക്കൊട്ടയിലേക്ക് നമ്മളിതങ്ങോട്ട് കൊട്ടുക, എന്നിട്ട് ചൂടാറ്റിയെടുക്കുക കേട്ടോ. ചൂടാറിയത് നമ്മളൊന്ന് അരിപ്പക്കൊട്ടയിലേക്ക് കൊട്ടിയിട്ടതിന് ശേഷം നമുക്ക് പിന്നെ അത് കൈകളിൽ പൊള്ളത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പൊള്ളാതെ നമുക്ക് നുറുക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊളിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ തൊലി നല്ല രീതിയിൽ തന്നെ ഊരി വരും കേട്ടോ. ഇതിങ്ങനെ കണ്ടില്ല ഇങ്ങനെ കേട്ടോ. അപ്പോൾ എളുപ്പമാണ്, നമുക്കത് നന്നാക്കി എടുക്കൽ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ചക്കക്കുരു ഉണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ നന്നാക്കി എടുത്തോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചക്കക്കുരു കൂടെ നന്നാക്കാൻ്റെ പണി തീർന്നു കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുവരെ നന്നാക്കി നോക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നാക്കി നോക്കുക. നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും റിലേക്കട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ടിപ്സിനൊക്കെ ഏതാണ്ട് പേജിൽ നിന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ബൈ.